സുമോദ് ഒന്ന് തുടരണം. ഇപ്പോൾ PJ കുര്യൻ മാധ്യമങ്ങളെ കാണാം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ ഭയങ്കര കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. എന്നാലും ആ മൂന്നിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? മൂന്നിൽ ഒരാളായിരിക്കും മുഖ്യമന്ത്രി. ആ ആളിനെ ഹൈക്കമാൻഡ് തിരഞ്ഞെടുക്കും. MLA-മാരുടെ അഭിപ്രായം എടുത്തിട്ട് ഹൈക്കമാൻഡ് നിരീക്ഷകർ അങ്ങോട്ട് പോയിട്ടുണ്ട്, അത് സമർപ്പിച്ചു. അതിൽ നിന്ന് ഒരാളെ ഹൈക്കമാൻഡ് തിരഞ്ഞെടുക്കും. ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടുമ്പോഴേ ഈ രീതിയിൽ ഒരു അടി വെക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലേ? വളരെ മോശമല്ലേ? ജനങ്ങളുടെ പ്രതിനിധികളാണ് MLA-മാർ, ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ്. അപ്പം ഒരു പാർട്ടിയുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനൊരു വ്യവസ്ഥാപിതമായ സിസ്റ്റമുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് MLA-മാരോട് ജനപ്രതിനിധികളോട് ചോദിക്കുകയല്ലാതെ മറ്റെന്താണ് മാർഗം? നിങ്ങൾ പറയുന്നത് ചാനലുകാരുടെ അഭിപ്രായം വെച്ചെടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, അതിപ്പോൾ ഞാനൊരു കാര്യം പറയാം. അഭിപ്രായം പറയാനും അഭിപ്രായം പ്രകടിപ്പിക്കാനും ഒക്കെ ആർക്കും അവകാശമുണ്ട്. സ്വാഭാവികമായി എല്ലാവരും കൂടെ ചോദിക്കാതെ ഒരാൾ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങേയറ്റം തെറ്റാണ്. അതായത് ഈ രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ അതൊക്കെ ഉണ്ടല്ലോ, കരിയോലി ഒഴിക്കുന്നതാണെങ്കിലും ഫ്ലക്സ് വെക്കുന്നതാണേലും ഇതെല്ലാം സമ്മർദ്ദ തന്ത്രങ്ങളാണ്. ആ സമ്മർദ്ദ തന്ത്രങ്ങൾ പാടില്ല. സമ്മർദ്ദ തന്ത്രങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് വ്യവസ്ഥാപിത മാർഗമുണ്ട്. ആ മാർഗം അനുസരിച്ച് മാത്രമേ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് അത് അണികൾക്ക് മനസ്സിലാകാത്തത്? അല്ല, അണികളെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അല്ലേ? കോൺഗ്രസിൻ്റെ അണികളെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പിന്തുണക്കാരെ, സപ്പോർട്ട് ചെയ്യുന്നവർ, വോട്ട് ചെയ്യുന്നവർ. കോൺഗ്രസ് CPM ഒരു കേഡർ പാർട്ടി അല്ലല്ലോ. അപ്പോൾ അണികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനാധിപത്യ വിശ്വാസികളായി പിന്തുണച്ചവരൊക്കെയാണ്. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെങ്കിൽ അത് പ്രകടിപ്പിക്കാം. പക്ഷേ അത് ഫ്ലക്സ് വെക്കലോ കരിയോല് ഉപയോഗിക്കുകയോ അത്തരത്തിലുള്ള പ്രവർത്തനമാകുമ്പോൾ അത് പ്രതിഷേധാർഹമാണ്. അതിൽ നിന്ന് എല്ലാവരും പിന്മാറണം. എനിക്കെങ്ങനെ അത് പറയാൻ കഴിയും? PR വർക്കാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടായിരിക്കാം. എനിക്കത് പറയാൻ പറ്റത്തില്ല. ഗ്രൂപ്പിസമൊന്നും പറയാൻ പറ്റത്തില്ല. ജനങ്ങൾ ആരെങ്കിലും അവരുടെ അഭിപ്രായം പറയുന്നു, അത് സ്വാഭാവികമാണ്.